ഇന്ന് വീട്ടിലൊരു മുറിയിൽ നിന്നും പഴയ സാധനങ്ങളൊക്കെ എടുത്തു മാറ്റുമ്പോൾ കിട്ടിയതാണ് ഇവനെ. ഒരു പഴയ ഒരു ടാപ്പ് റിക്കാർഡർ. ഏകദേശം ഒരു 30-35 വർഷത്തെ പഴക്കമുണ്ട് ഇവന്. ഏതായാലും ഞാനിതെടുത്തൊന്ന് തുടച്ചൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ പോവാം. 1980 കാലഘട്ടത്തിലാണ് ഇത് ഗൾഫ് നാടുകളിൽ വ്യാപകമായി എത്തിയത്. എന്നാൽ ഏകദേശം 2000 കൂടി പുതിയ സിസ്റ്റം ഇറങ്ങിയതോടുകൂടി ഈ സംവിധാനം പിറകോട്ട് പോയി. അന്ന് ഞങ്ങളൊക്കെ ഗൾഫിൽ നിന്ന് വരുമ്പോൾ ഇതും കയ്യിൽ ഞേറ്റിക്കൊണ്ടാന്ന് വരിക. എയർപോർട്ടിൽ നിന്നൊക്കെ ഇതൊക്കെ പിടിച്ചിട്ടൊരു നടത്തോണ്ട് വലിയ ഗമയിൽ തലയുയർത്തിക്കൊണ്ട്. അതുപോലെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ നല്ല ഒച്ചയിൽ പാട്ട് വെച്ച് കൊടുക്കുക. ഇതിൽ നിന്നുള്ള പാട്ട് കേട്ടിട്ടാണ് അയൽവക്കക്കാർ പറയുക, ഓ ദുബൈക്കാരൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ദുബൈക്കാരൻ വന്നത് അറിയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംവിധാനമാണ് ഈ ടാപ്പ് റിക്കാർഡ്. അപ്പോൾ ഈ പാട്ട് കേൾക്കാനും കഥാപ്രസംഗം കേൾക്കാനുള്ള കുട്ടികളൊക്കെ ഒത്തുകൂടും. അപ്പോൾ എല്ലാവർക്കും ഇത് നല്ല ഒച്ചത്തിൽ വെച്ച് കൊടുക്കുക. അത് ഭയങ്കര ഒരു ഗമിയുള്ള ഒരു പരിപാടി തന്നെയാണ്. ചിലപ്പോഴുണ്ട് ഇവൻ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ ചോല കുടുങ്ങിയിട്ട് പാട്ടങ്ങ് നിന്നു പോകും. അപ്പോഴാണ് നമ്മുടെ ഓപ്പറേറ്റർ നമ്മളെ മനസ്സിൽ നിന്നങ്ങ് ഉണരുക. നമ്മൾ വളരെ വിദഗ്ധമായി അത് നീക്കി രണ്ടാമതും പാട്ട് വെച്ച് കൊടുത്തിട്ട് ചുറ്റുപാടും ഒരു നോട്ടമുണ്ട്. എന്നിട്ട് നമ്മുടെ കഴിവ് കണ്ടോ എന്നുള്ള ഒരു ഗമയിലൊരു നോട്ടമുണ്ട്. പലരും അപ്പം തുറിച്ചു നോക്കുന്നുണ്ടാവും. ഇതിൽ റെക്കോർഡിംഗ് സംവിധാനം കൂടി ഉള്ളതുകൊണ്ട് പലരും പലതും പറഞ്ഞിട്ട് അവരവരുടെ ശബ്ദം വീണ്ടും വീണ്ടും കേൾക്കുന്ന ഒരു രീതിയുണ്ട്. അതൊരു വല്ലാതൊരു സുഖമുള്ള പരിപാടി തന്നെ. അതുപോലെ അന്ന് നാട്ടിൽ വരുമ്പോൾ ഓണപ്പാട്ടുകളുടെ കാസറ്റും തരങ്കിണിയിൽ നിന്ന് നല്ല നല്ല കാസറ്റ് ഇറങ്ങും. അതുപോലെ വി ഡി രാജപ്പൻ്റെ പാരഡി ഗാനങ്ങൾ, ചികയുന്ന സുന്ദരി, അതിലൊരു ഭയങ്കരമായ കഥയാണ്. അതുപോലെ മാവേലി കൊമ്പത്ത്, ഓണമാകുമ്പോൾ ഇറങ്ങുന്ന സാധനങ്ങളൊക്കെ ഇതൊക്കെ അതിനുവേണ്ടി കാത്തിരിപ്പ. ഇതിന് 10-35 കൊല്ലത്തെ പഴക്കമുണ്ടെങ്കിലും ഇപ്പോഴും ഏകദേശം വർക്കിംഗ് കണ്ടീഷനാണെന്ന് തോന്നുന്നത്. ഇത് കണ്ടപ്പോൾ ഒരുപാട് കാലത്തെ പ്രവാസ ജീവിതം ഓർത്തുപോയി. ഇനി ഒരിക്കലും ആ ജീവിതം ആസ്വദിക്കാൻ കഴിയില്ലെന്ന് വിഷമത്തോടെ നിർത്തുന്നു സഹജൻ കമ്പിൽ. അപ്പോൾ ഇത് റേഡിയോ ഏതായാലും ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. റേഡിയോ നല്ല വർക്കിംഗ് കണ്ടീഷനാണ്. ഇതിൻ്റെ കാസറ്റ് നമ്മുടെ കയ്യിലില്ല. അപ്പോൾ ആരുടെയും കയ്യിൽ ഒരു കാസറ്റ് ഉണ്ടെങ്കിൽ അത് മുന്നോട്ട് അയച്ചു തന്നാൽ വലിയൊരു ഉപകാരമായി. അനുസരിച്ച് നമ്മൾ ഒരു കാര്യം ചെയ്യുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ മനസ്സ് എന്താണോ പറയുന്നത് അത് ചെയ്യുക എന്നാണ്. ഒരുപാട് ഫാൻ ബേസിലുള്ള പിന്നെ ആക്ടേഴ്സും ഉണ്ട്. സോ ആ സെലക്ഷൻ പ്രോസസ് എങ്ങനെയായിരുന്നു ശരിക്കും? അത് ആക്ച്വലി ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഞാനും ബിപിൻ ചേട്ടനും പരിചയമായത് എങ്ങനെയാണോ അതുപോലെ തന്നെ ഞങ്ങൾ കോമൺലി ഞങ്ങളുടെ സർക്കിളിലേക്ക് എത്തിപ്പെട്ട ആളുകളാണ് ജോബോൻ, അനുരാജ്, സാപ്പ്, അതിനുശേഷം ഗൗതം
പതയും താളം വെച്ചിൽ പിടിയ വെടിയ പൊങ്കൽ